ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ഡേ 3 ഇൻ ഗോവ. ഞാൻ ഇന്നലെ ഡേ 2 ബാഗാ ബീച്ച് കുളിക്കാൻ പോയിട്ട് പിന്നെ ഞാൻ വ്ളോഗൊന്നും ചെയ്തില്ല. കുളിച്ച് വന്ന് നല്ല രസമായിരുന്നു ഇവിടെ. പിന്നെ ലേറ്റായി, പിന്നെ ജസ്റ്റ് ചില്ല ഔട്ട് ആകാൻ രാത്രിയിലൊക്കെ ഇറങ്ങി. പിന്നെ രാത്രിയിലൊക്കെ ഫോണുമായിട്ട് ഇറങ്ങുന്നതൊക്കെ ടാസ്ക്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഫോണും പേഴ്സും എല്ലാം റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ നിങ്ങളെ ബാഗാ ബീച്ച് കാണിച്ചിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ബാഗാ ബീച്ചിലാണ്. ബാഗാ ബീച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ബാഗാ ബീച്ച്. ഇവിടെ ഭയങ്കര രസം. നമുക്കൊരു കുറച്ച് നല്ലോണം ഉള്ളിലോട്ട് നമുക്ക് പോയി ഇന്ന് കുളിക്കാൻ പറ്റും. ഇന്നലെ ഇവിടെ നിന്ന് ഞങ്ങൾ കുളിച്ചത് ഏകദേശം മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ നിന്ന് കുളിച്ചു. ഭയങ്കര രസമാണ് കേട്ടോ, അടിപൊളി എവിടെ നിന്ന് കുളിക്കാൻ. നമുക്ക് അത്യാവശ്യം നല്ല രീതി അങ്ങോട്ട് തിരയെടുത്ത് അങ്ങോട്ട് ഇറങ്ങാം, വലിയ പ്രശ്നമില്ല ഇവിടെ. അപ്പോൾ അവരൊക്കെ ഇറങ്ങുന്നുണ്ട്, അതിലും ഫ്രണ്ടിലോട്ട് നമുക്ക് പോകാം. അതേപോലെ ഇവിടെയൊക്കെ രാത്രിയിലൊക്കെ ഫുൾ ഓണാണ്, ഇതെല്ലാം ഫുൾ ഓണാണ് രാത്രി അങ്ങ് അറ്റം വരെ. പിന്നെ അവിടുന്ന് അകത്തോട്ട് ഇങ്ങനെ സ്ട്രീറ്റും കിടപ്പുണ്ട്, ഫുള്ള് പബ്ബും ഇങ്ങനത്തുള്ള സാധനങ്ങൾ മേടിക്കാൻ ഫുള്ള് പബ്ബാണ് അവിടെ അങ്ങോട്ട് ഫുള്ള്. അതുകൊണ്ട് ഗൈസ്, ബാഗാ ബീച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അത് തപ്പി ഇറങ്ങിയത് അവിടെ നിൽപ്പുണ്ട് സ്കൂട്ടറായിട്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തരാനായിട്ട് കൊണ്ടുവന്നേ, കാരണം ബാഗാ ബീച്ച് അല്ലാതെ ഞാൻ കാണിച്ചില്ല ഗൈസ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലെത്തിയേക്കുക സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട്. ഇവിടെ അത്യാവശ്യം ഇത് ടൂറിസ്റ്റിൻ്റെ മാർക്കറ്റാണ്. നമ്മുടെ ഇവിടെ ലോക്കൽസ് മേടിക്കുന്ന മാർക്കറ്റ് വേറെ ഉണ്ട്, പക്ഷെ അവിടെ ഇത്രയും സാധനങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞ് വില കുറവായിരിക്കും. ഇത്രയും വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളും കാണത്തില്ല, അത് ഇവിടെ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ലോക്കൽ മാർക്കറ്റിൽ വില കുറവായിരിക്കും. നമ്മളിവിടെ ചുമ്മാ അങ്ങനെ ഇന്നത് മേടിക്കണമെന്നും പറഞ്ഞല്ല, ജസ്റ്റ് നോക്കി എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ കൊണ്ടുപോയി ആൾക്കാർക്ക് കൊടുക്കാൻ നല്ലതാണെങ്കിൽ മേടിക്കും, ഇല്ലെങ്കിൽ മേടിക്കത്തില്ല. ഓക്കെ, അത് കൊള്ളാല്ലേ. കാറ്റുണ്ടളിയാ, കുഴപ്പമില്ല. ലോ ക്ലാസ് ഒക്കെ ഇതിപ്പോ ഇതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത്? അത് മാഗ്നറ്റ് ആണല്ലേ? ഓ ரொம்ப ജാസ്തി ബ്രോ, ரொம்ப ജാസ്തി. അത് അനങ്ങുന്നുണ്ട്, ഉണ്ട് ഇവിടെ കേട്ടോ. ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇത് കൊള്ളാം. ഗൈസ്, നമ്മൾ ഗോവയിലെ മീൻ മാർക്കറ്റിൽ വന്നേ കേട്ടോ. കേരളത്തിലുള്ള അതേപോലെ ഇവനും കൂടെ മീൻ മേടിക്കാൻ പോകുന്ന വില ഒക്കെ ചോദിക്കുന്നടാ. നമ്മളവിടെ അങ്ങനെ തന്നെ. അവിടെയും കടലുണ്ട് ഇവിടെയും കടലുണ്ട്. അവിടുത്തെ കടലിൽ ഇവിടുത്തെ കടലിൽ ഒരേ മീനല്ലേ കിട്ടുന്നത്. പിന്നെ വിലയും ഏകദേശം സെയിം ആക്കിയാൻ തോന്നുന്നു മീനൊക്കെ. ഹായ് ഗൈസ്, നമ്മൾ ഗോവയിലെ ഡെക്കാത്തലോൺ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നത്. അവിടുത്തെ ഡെക്കാത്തലോൺ ഞങ്ങൾക്ക് ചെറുതാണ്, പക്ഷെ അടിപൊളി. മനസ്സിലായി, ഇതിനകത്ത് ഉമ്മ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണേലും കാണിക്കാം. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ, ഡെക്കാത്തലോൺ തന്നെ. എനിക്ക് അറിയത്തില്ല, അടി നോക്കട്ടെ. എടുത്തോ, നമ്മുടെ അത് മിനി പാരഡൈസ് ആണ്. നമ്മളിവിടെ വന്നിട്ട് തോന്നിയ പോലെ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് കളിച്ച് തട്ടി കളഞ്ഞിട്ട് നമ്മളിവിടെ അല്ലേടാ. സൈസാണോടാ? എങ്ങനെയുണ്ടോ ഇത് വെക്കുമ്പോ? എങ്ങനെയുണ്ട്? നമ്മുടെ ബൈക്കിൽ ഹെൽമെറ്റ് വെക്കുന്നവരാണോ? പട്ടിക്ക് കളിക്കാം. പാർട്ടി കടിക്കാതിരിക്കാൻ വേണ്ടി അതെല്ലാം വിട്ടുവിടണം അവന്. ഞാൻ പിടിച്ചോളാം കിട്ടിട്. പാർട്ടി ഈസ് റെഡി ടു പ്ലേ ഇൻ ഇന്ത്യൻ ടീമിന്റെ അടുത്ത റിക്രൂട്ട് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ. ഞങ്ങളുടെ എന്ത് യൂണിയൻ ഗെയിംസിനല്ലേടാ ഇവ ഒറ്റയ്ക്ക് അടിച്ചത്? ജയിക്കാൻ ഞാനും നന്ദേശ്വരം എല്ലാം ഡക്കിനൗട്ട് 150. നീമാര് 3 റൺ. കാണാനൊന്നും പറ്റത്തില്ല. ഇതിലെങ്ങനെയുണ്ടാ ഇങ്ങനെ നോക്കണ ഇപ്പഴാണ് ശരിയാണ്. ഞാൻ ഫുട്ബോൾ പ്ലെയർ.
Wear helmet while riding bike. അതാ അതല്ലേ പറഞ്ഞേ, നീ ഉടനെ എന്തുവാടാ ഒരുത്തേ ആ വരുന്നത്. അച്ഛൻ എന്റെ മണ്ടയിലോട്ട് കയറല്. അതെയാ നീ ഓവർ സ്പീഡ് ആട്ടാ. നമ്മളെന്തുവാടാ ഞാൻ 150. It was at this moment that he knew he fucked up. ക്രാഷ് ആയനെ. ഗായ്സ് നമ്മളങ്ങനെ ഇന്ന് ഉച്ചക്കത്തുള്ള ആഹാരം കഴിക്കാനായിട്ട് പോട്ട് ബിരിയാണി, കുടത്തിലുള്ള ബിരിയാണിയാണ് നമ്മൾ എന്നിട്ട് കഴിക്കാൻ പോകുന്നത്, ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. ഗായ്സ് ഇതാ നമ്മുടെ ബിരിയാണി. നമ്മൾ മേടിച്ചത് ഹൈദരാബാദി പോട്ട് ദം ബിരിയാണി എന്ന് പറഞ്ഞ സാധനമാണ്. 300 രൂപയാണ് ഒരെണ്ണം. അതിൻ്റെ ക്വാണ്ടിറ്റി ഇതാ. അതിൻ്റെ കൂടെ വരുന്ന മുട്ടയുണ്ട്, ഇത് സെപ്പറേറ്റ് മസാല, 2 പീസ് ചിക്കൻ, പിന്നെ സലാഡ്, അച്ചാർ പോലത്തുള്ള സംഭവം. ഇത് അവിടെ ആയിരിക്കും, അവിടെ ആയിരിക്കുന്നത്. ഉള്ളി, പിന്നെ പ്ലേറ്റ് പിന്നെ അതിൻ്റെ കൂടെ വരുന്നതല്ല, അതിൻ്റെ കൂടെ വരുന്നത് ഉപ്പൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഞാനൊരു മിൻറ്റ് മസാല ലൈം മേടിച്ചു. ഇതായിരിക്കുന്നു. ഇതെങ്ങനെയാണ്, വേർത്തിട്ടാണോ വേർത്ത് ദ മണിയാണോ എന്ന് നമുക്ക് കഴിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, മുട്ട സത്യം പറഞ്ഞാൽ അതാണ്ട് പകുതി മുട്ടയാണോ ഉള്ളത്, ഒരു മുട്ടയില്ല. മലത്ത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തം ഉണ്ട്. ആദ്യം നമുക്ക് കുറച്ച് നാരങ്ങ ഇവിടെ പിഴിഞ്ഞ് ഒഴിക്കണം. വേണ്ട, നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് നോക്കാം. മണം കൊള്ളാൻ കുഴപ്പമില്ല. പിന്നെ മസാല നമുക്ക് ഇഷ്ടപ്പെടുന്നതാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. കുറച്ച് ഇതാണ്ട് മസാലയും അതിൻ്റെ ഒരു ചിക്കൻ പീസും. ആദ്യം സലാഡൊന്നും ചേർക്കാതെ നമുക്ക് ആ ബിരിയാണിയുടെ ടേസ്റ്റ് കറക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് കുഴച്ച്, ചൂടുണ്ടേ. കൊള്ളാം. നമ്മൾ ഹൈദരാബാദ് ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. നമ്മൾ നോർമൽ ബിരിയാണിയുടെ മസാലയല്ല, വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നെയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട്. എന്തോ സെറ്റപ്പ് ഉണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അതിൽ വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി കൊള്ളാം, നല്ല അടിപൊളി എന്ന് എനിക്ക് പറയാൻ ഇല്ല. പിന്നെ ഇവിടെ ബേസിക്കലി വില കൂടുതലാണ്, 300 രൂപ വരേണ്ടതിന്. ഓക്കെ ഗൈസ്, ഓക്കെ, കുഴപ്പമില്ല. നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്തായാലും, ഇല്ലടാ അല്ലേ? കൊള്ളാമല്ലോ, ഇഷ്ടപ്പെട്ടു. നന്ദേശ്വർ അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഞങ്ങളിത് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചപ്പോറ ഫോർട്ടിലോട്ട് നടന്ന് കയറാൻ പോകും. ഇത് ഏത് സിനിമയാടാ? ദിൽ ചാഹതാ ഹൈ. ദിൽ ചാഹതാ ഹൈ. അമീർ ഖാൻ, സൈഫ് അലി ഖാൻ, പ്രീതി സിൻഡ. ആ സമയത്ത് ഒരു ഫേമസ് സ്പോട്ടാണ് ഗൈസ് ഗോവയിലെ. സൺസെറ്റ് കാണാൻ ബെസ്റ്റ് ഇവിടാന്ന് പറഞ്ഞത്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല സൂപ്പർ വെയിലും കുത്തനെയുള്ള ഏറ്റവും പടിയുള്ളൂ ഗൈസ്. ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം പിടിച്ചിട്ടുണ്ട്. ആ യെസ്, അപ്പം കയറി സൺസെറ്റൊക്കെ കാണാം. അതാണൊരു എനർജി കുറവ്. എല്ലാണോ കുഴഞ്ഞാളിയാ? ഇല്ല, വെയിൽ നല്ല സൂപ്പർ വെയിൽ കേട്ടോ. ഞാൻ തമാശ പറഞ്ഞല്ലോ, അടിപൊളി വെയിൽ. കരിയെന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകും. എന്തുവാടാ പറഞ്ഞാ സമ്മർ സമയത്താ ഗോവയെ വരണം. അപ്പോഴോ? അല്ല, അപ്പോഴല്ലേ സാധാരണ ഇങ്ങോട്ടൊന്നും വരരുത്. പക്ഷേ നിന്ന് നിപ്പ് ആദ്യം പോകും. അപ്പം ഞങ്ങൾ കുറച്ചേരി തണലത്തിരുന്നിട്ട് മേളിൽ പോയിട്ട് ഉള്ള കാഴ്ചകളെ കാണിച്ചു തരാം ഗൈസ്. സൂപ്പർ ഫ്രൈ കേട്ടാ.
ഓക്കെ ഗൈസ്, ഞങ്ങൾ ബാക്കി മേളിലോട്ട് കയറട്ടെ. കൊള്ളാം കേട്ടോ, സത്യം പറയാമല്ലോ. പക്ഷേ ഭയങ്കര വെയിലാണ്, ഇത്തിരി മെനയാണ്. പക്ഷെ കാറ്റും ഇവിടെ ഉള്ള ഓരോ വ്യൂ, ഓരോ ആംഗിളിൽ നിന്ന് കായലായിക്കോട്ടെ, കടലായിക്കോട്ടെ, മല പോലെ ആയിക്കോട്ടെ, എല്ലാം അടിപൊളി. സൺസെറ്റിൻ്റെ സമയത്ത് ഇതിലും ബ്യൂട്ടിഫുൾ ആയിരിക്കും ഗൈസ്. എനിക്ക് കുറച്ച് എനർജി ഉണ്ടെങ്കിൽ, കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ കൊള്ളാം, എവറി പെന്നി ഇവിടെ എല്ലാം വേർത്താ. നല്ല വ്യൂ ഗൈസ്, അടിപൊളി. അത്യാവശ്യം ഇഷ്ടം പോലെ ഉണ്ട് അല്ലേടാ? ഓ ഉണ്ടോ മഴ? അതെ, മഴക്കോളുണ്ട്. പക്ഷേ മഴ വുഡ് ബി നൈസ് അല്ലേ? ഇതാണ് ഗൈസ് ചപ്പോറ ഫോർട്ട്. അവിടെ ആണോ? ആണോടാ? ഒരു ഫേമസ് സീനാണ്, ഞാൻ കണ്ടിട്ടില്ല, ഷാമാര് പറഞ്ഞത്. അവിടെ പോയിക്കാം ആണല്ലേ? അപ്പോൾ അവിടെ തന്നെ ആയിരിക്കും, അവിടെ തന്നെ ആയിരിക്കണം, അവിടെ തന്നെ ആണ് കേസ്. ഭയങ്കര വ്യൂ കേട്ടോ, ഒരു അടിപൊളി സ്ഥലത്തായി സാധനം സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേടാ? ഈ സാധനം നിൽക്കുന്ന ഒരു ലൊക്കേഷൻ അടിപൊളിയാണ്. ഇവിടുന്ന് അങ്ങനെ നോക്കിയാൽ ഫുള്ള് കടല, വെള്ളം മാത്രം, എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുള്ളാണ്. കുറച്ച് കയറുന്ന ബുദ്ധിമുട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളി. പക്ഷെ കയറുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നത്തില്ല. പേഴ്സണലി ഞാൻ കുറച്ച് ഇപ്പം അതെ ഇച്ചിരി ഉള്ളു കയറാൻ. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണ്, ഞാൻ ഇന്ന് ഇത്തിരി ക്ഷീണം ഉണ്ട് എനിക്ക്. നല്ല ഉറക്കം, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഉറക്കവും പിന്നെ എന്തോ ക്ഷീണം ഉണ്ട് എനിക്ക് നല്ല. അതിന് ആണ്ടേ വ്യൂ കാണിച്ചു തരാം കഴിച്ചു. ഇവിടുന്നുള്ള വ്യൂ കാണിച്ചു തരാം. വെയിൽ പോയി, ചെറുതായിട്ട് മഴയും പൊടിച്ചു തുടങ്ങി. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മഴ പെയ്താലൊരു 5 മിനിറ്റ് 10 മിനിറ്റേ പെയ്യത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഈ കാറ്റ് മഴക്കോളും കൊണ്ടങ്ങ് വയ്ക്കുള്ളൂ. മറ്റേ സാധനം പൊളിഞ്ഞൊക്കെ പോയെന്ന് തോന്നുന്നു. മറ്റേ ഞാൻ പറയാം, ഇപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ മറ്റേ ആനന്ദ സിനിമയില്ല, ആനന്ദ സിനിമയ്ക്കകത്ത് ഇവന്മാർ ഇവിടെ വന്നിട്ടിരുന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. മറ്റേ സിനിമ കാണാത്തവർക്ക്, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ ആനന്ദ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ സീൻ ഓർമ്മയുണ്ട്, മനസ്സിലായോ? ഓക്കെ, കുറച്ച് നേരം വന്ന് ഇരുന്ന് കാറ്റുകൊണ്ട് വ്യൂ എൻജോയ് ചെയ്യാനായിട്ടുള്ള പെർഫെക്റ്റ് സ്പോട്ട്. സൺസെറ്റൊക്കെ അടിപൊളിയായിരിക്കും. ഇതാ അങ്ങോട്ട് നോക്കി, മൈ ഗോഡ്, അയ്യോ അടിപൊളിയാ. ഓ സൂപ്പർ കേട്ടാ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേർത്ത് എവറി പെന്നി. ഓ അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ക്യാമറയിൽ കൂടെ കാണുമ്പം എത്രത്തോളം അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് അറിയത്തില്ല. ഈ പറയുന്ന പോലെ ഇവിടെ ഒക്കെ വരണം. ഇതേപോലെ സ്ഥലങ്ങൾ ഇഷ്ടം പോലുണ്ട്. എല്ലാം കാണാനൊന്നും ആരെ കൊണ്ടും പറ്റത്തില്ലായിരിക്കും, പക്ഷെ പറ്റുന്നതൊക്കെ പോയി കാണണം. അയ്യോ, ദ തിങ് ഹോൾഡിങ് അസ് ബാക്ക് ഇസ് മണി. ഇപ്പോൾ പ്രത്യേകിച്ച് വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ തരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും വരുന്നത് അല്ലേടാ? നമുക്കായിട്ട് പ്രത്യേകിച്ച് ഏർണിങ്സ് ഒന്നുമില്ല. പക്ഷേ അത് ഉണ്ടാവുന്നത് ഇങ്ങനെയൊക്കെ ചിലവാക്കണം. ഇങ്ങനത്തുള്ള സ്ഥലങ്ങൾ കാണാനും ലൈഫ് എൻജോയ് ചെയ്യാനും നോക്കാം. നമ്മളെല്ലാം ആ ഒരു വഴി ആലോചിക്കുന്നുണ്ട്. നടക്കട്ടെ, സംഭവിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും എൻ്റെ ആ ജേണിയിൽ കൂടാം, കാണാം, എൻജോയ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഒരു ബേസിക്കലി ഞാൻ ചെയ്യുന്ന ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വ്ളോഗാക്കാൻ വേണ്ടിയാണ് ഞാനിത് തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ, എല്ലാവരും എല്ലാം കാണണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. ജസ്റ്റ് ഡോക്യുമെൻറ്റിങ് മൈ ലൈഫ് ആൻഡ് സം ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസ് വിത്ത് മൈ ഫേവററ്റ് പീപ്പിൾ. അതിനപ്പുറം ഒന്നും ഇല്ല ഇത്. ഓക്കെ, അതിനപ്പുറം വലിയ സംഭവങ്ങളൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഗൈസ്. വാട്ട് എവർ ഹാപ്പൻസ് ഇൻ മൈ ലൈഫ്, മോസ്റ്റ്ലി ദ ബ്യൂട്ടിഫുൾ ആൻഡ് അങ്ങനത്തുള്ള കാര്യങ്ങൾ എനിക്കത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നൊരു താല്പര്യം. ഇവിടെ നല്ല വിൻ വോയിസ് ഉണ്ട്. എത്രത്തോളം നിങ്ങൾക്കത് കിട്ടുമോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുമോ എന്ന് അറിയത്തില്ല. ബട്ട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഒരുത്തമല്ല അവിടെ ഒരു പോസൊക്കെ പിടിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നല്ല ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടംപോലെ നല്ല സ്ഥലങ്ങളുണ്ട്. നല്ല അടിപൊളി കിടുക്കാച്ച് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഞങ്ങൾക്കാർക്കും അത്ര വലിയ ഫോട്ടോ ഹോളിക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫോട്ടോജനിക്കും അല്ല, അങ്ങനെ വലിയ താല്പര്യവും ഇല്ല. ഫോട്ടോഫോബിയ എനിക്കില്ല, പക്ഷെ ഒരു
ഓക്കെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എടുത്തേ പറ്റുമെന്ന് അങ്ങനെയൊന്നുമില്ല, മനസ്സിലായി. ചിലരുണ്ടല്ലോ എവിടെ നിന്നാലും ഒരു നല്ലൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യണമെന്ന്. പക്ഷെ നല്ല കാര്യം കേട്ടോ. ഐ അപ്രിഷിയേറ്റ് ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദോസ് പീപ്പിൾ. ബിക്കോസ് നോക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയി. ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ടൊക്കെ വരുന്നത്. പിന്നെ ഞാനിത് വീഡിയോ രീതി ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലുണ്ടതല്ലേ, മനസ്സിലായി. പിന്നെയൊക്കെ ഈ പറയുന്ന പോലെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമുക്കിത് ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ എനിക്കും ഇവന്മാർക്കും എല്ലാവർക്കും എടുത്ത് കാണാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇതിൻ്റെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം. അതിനപ്പുറമൊന്നുമില്ല. ബീച്ച് കിടന്ന് പറഞ്ഞില്ലേടാ, അതേപോലെ അല്ല അതുങ്ങളിപ്പോൾ കിടന്ന് പറയുന്നത്. ഞാൻ അവിടുത്തെ ക്ലിപ്പ് കണ്ടു കാണും. സത്യം പറയാമല്ലോ, ഭയങ്കര പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ അൾട്രാ പീസ്ഫുൾ. ഭയങ്കര സമാധാനം തരുന്നൊരു സ്ഥലത്ത് ഞങ്ങളൊരു അരമണിക്കൂർ ഇരുന്നല്ലേടാ, അതിൽ കൂടുതൽ ഇരുന്നാ 1.25 മണിക്കൂർ ഇരുന്ന് നല്ലോണം ഇരുന്ന് സമാധാനത്തോടെ കൂടി ഞങ്ങൾ തിരിച്ചു പോകുന്ന ഗൈസ്. പറ്റത്തില്ല. ബാഗാ ബീച്ചിനെ കാട്ടി നല്ല ബീച്ചുകളുണ്ട് ഗൈസ്. പല രീതിയിൽ ഇത് ഈ ഒരു ഗോവയ്ക്ക് പല പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. അത് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പീപ്പിൾ ടു പേഴ്സൺ ടു പേഴ്സൺ. ആൾ അനുസരിച്ച് അത് മാറും. നമ്മളൊരു സ്ഥലത്തോട്ട് എന്തിനു വേണ്ടിയാണോ പോകുന്നത്, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ പോകുന്നത്, പലരും പല മൈൻഡിലോ പല പേഴ്സ്പെക്റ്റീവിലോ ആയിരിക്കാം ഇങ്ങോട്ട് വരുന്നത്, മനസ്സിലായി. അപ്പം അങ്ങനെ പലരും ഗോവയെ കാണുന്നതും എൻജോയ് ചെയ്യുന്നതും പല രീതിയിലാണ്. ഇതിപ്പം ഭയങ്കര സമാധാനവും ഇവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ, ആരെയും മൈൻഡ് ചെയ്യത്ത് കൂടിയോ ജഡ്ജ് ചെയ്യത്ത് കൂടിയോ ഇല്ല. തോന്നിയ പോലെ നടക്കാം, തോന്നിയ പോലെ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലവർ അടിച്ച് ഫിറ്റാവാൻ വരുന്നവരുണ്ട്, ചിലവരങ്ങനല്ല. ഗോവയ്ക്ക് വേറൊരു സൈഡുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഭയങ്കര പീസ്ഫുള്ളായിട്ടും ആരും ജഡ്ജ് ചെയ്യാത്ത രീതിയിൽ കാമായിട്ട് നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുമാത്രമല്ല പാർട്ടി, പബ്ബ്, ആ ഒരു വൈബ്, അതായത് ഫുള്ള് പാർട്ടിയും വൈബിൽ വരുന്നവർക്ക് വേണ്ടി ഗോവ ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ആ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവർ എല്ലാം ഗോവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗോവ ഓവറോൾ ആർക്കും വരാൻ പറ്റില്ല. അതെ, ആർക്കും വരാം. പക്ഷേ അതെ അതാ ഞാൻ പറഞ്ഞേ. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പോൾ 2-3 ദിവസം കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അല്ലേടാ, അല്ലേ? 2-3 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടി തുടങ്ങിയത്. പക്ഷെ കുഴപ്പമില്ല. നമ്മളീ പറഞ്ഞതുപോലെ വി വാസ് റെസ്ട്രിക്റ്റഡ് ബൈ സോ മെനി തിങ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ മണി. അതൊക്കെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു സമയം വരും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയും ഇങ്ങോട്ട് വരുമായിരിക്കാം, അല്ലേ? വരണം. ഇത് ഒരു തുടക്കം മാത്രം. പല സ്ഥലങ്ങളിൽ പോകാനും കാണാനും കാണിക്കാനും ഇനിയും ഒരുപാടുണ്ട്. നമുക്ക് കാണാം, ജീവിച്ചിരിക്കുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ. സോ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുക. കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ചും കൂടി മേടിച്ച് തിരിച്ച് ട്രെയിൻ കയറി നാട്ടിൽ പോകണം. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ കോളേജ് തുടങ്ങും. കോളേജ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിരിക്കില്ല. കാരണം പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ല. നോക്കാൻ കിട്ടുന്നത് പോലെ സാഹചര്യം അനുസരിച്ച് എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ എന്തെങ്കിലും ഇതേപോലത്തുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാം. ഹായ് ഗൈസ്, നമ്മൾ മോൾഡി ഗോവ ഇവിടുത്തെ ഒരു മോളിൽ വന്നിരിക്കുകയാണ്. സൺഡേ ആണ്, അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ജസ്റ്റ് ഇനി ഇവിടെ ഒന്ന് റോം ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോയി വെക്കേറ്റ് ചെയ്തെല്ലാം പോവുകയാണ് ഗൈസ്. ഓക്കെ, ബൈ.